പ്രസ് സ്റ്റോപ്പിൽ സുജിത് ചന്ദ്രനാണ്. സുജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്ക് വാർത്തകളിലേക്ക് പെട്ടെന്ന് പോവാം അല്ലേ? ഗുഡ് മോർണിംഗ് ഹർഷൻ. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത തന്നെയാണ് പത്രങ്ങളിലൊക്കെ പ്രധാന വാർത്ത. പിന്നെ അതിപ്രധാനമായ ഒന്ന് രണ്ട് സുപ്രീം കോടതി വിധികളുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പരമാവധി പത്രങ്ങളിൽ നിന്ന് എടുത്തു പോകാമെന്നാണ് കരുതുന്നത്. എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്തയെ പത്രങ്ങൾ കൈകാര്യം ചെയ്തു എന്നൊരു കൗതുകം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഏതായാലും ആദ്യം മാതൃഭൂമി തന്നെ നോക്കിയാൽ, മാതൃഭൂമി ഇന്ന് ഒരു ദിവസം ഒന്നിൽ കൂടുതൽ സുപ്രധാന വാർത്തകൾ വന്നാൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിന് പത്രങ്ങൾ അടുത്ത കാലത്തല്ല മുമ്പ് മുതലേ ഉണ്ട്. ഒന്നിൽ കൂടുതൽ തലക്കെട്ടുകളും ഒന്നിൽ കൂടുതൽ ഒന്നാം പേജുകളും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇന്ന് അതേപോലെയാണ്. ഏതാണ്ട് മാതൃഭൂമിക്ക് ഇന്ന് നിറയെ തലക്കെട്ടുകളാണ് കാണാവുന്നത്. അല്ല, നമുക്ക് ടി വിയിൽ കാണാമല്ലോ. രാഹുൽ കുരുക്കിൽ എന്നുള്ളതാണ് ഒന്നാമത്തെ വാർത്തയായിട്ട് നൽകുന്നത്. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് കുരുക്കായി യുവതിയുടെ ലൈംഗിക പീഡന പരാതി. എങ്ങനെ ഈ വാർത്ത നമുക്കെല്ലാം അറിയാം, എങ്ങനെയാണിത് പത്രങ്ങൾ ലേഔട്ട് ചെയ്തിരിക്കുന്നത്, പേജുകളിൽ വിരിച്ചിട്ടിരിക്കുന്നത് എന്നാണ് കൗതുകം. നേരിട്ട് പ്രതികരിക്കാതെ രാഹുൽ, അയാൾ അതിനുശേഷം ഒളിവിൽ പോയിരിക്കുകയാണ്. വ്യാഴാഴ്ച മുതൽ കണ്ണാടി പിരായിരി മേഖലകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. 4 മണി വരെ പ്രവർത്തകരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് പൊടുന്നനെ ഇയാൾ ഫോൺ ഓഫ് ചെയ്ത് MLA ഓഫീസ് അടച്ച് ഒളിവിൽ പോവുകയായിരുന്നു. രണ്ടാമത്തെ ഒരു വാർത്ത ഓൺലൈൻ ഉള്ളടക്കം കടുപ്പിച്ച കോടതി എന്നുള്ളതാണ്. അത് ഭിന്നശേഷിക്കാർക്കെതിരായ പരാമർശം, അതേപോലെ ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരായ പരാമർശം, അതേപോലെ അശ്ലീല കണ്ടൻറ്റുകൾ, ഇതേപോലെ ഉള്ള പൊതുസമൂഹത്തിന് യോജിക്കാനാവാത്ത തരം കണ്ടൻറ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയേറെ കൂടുന്നു, ഓൺലൈനുകളിൽ വളരെയേറെ കൂടുന്നു. ഇതിനെതിരെ കടുപ്പിക്കുകയാണ് സുപ്രീം കോടതി എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാരടക്കമുള്ളവരെ മോശമായി ചിത്രീകരിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന നിയമം ആവശ്യമാണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. നിരീക്ഷണ സംവിധാനം വേണം, അതേപോലെ ഉള്ളടക്കത്തിൽ ഉള്ളു വേണം, അതിൽ കാമ്പ് വേണം എന്ന് തുടങ്ങിയ അശ്ലീല ദേശവിരുദ്ധ ഉള്ളടക്കങ്ങൾ അടക്കമുള്ളവയെ യാതൊരു ലക്കും ലഗാനുമില്ലാതെ ഇത് ഓൺലൈനിൽ പെരുകുകയാണ്. അതിനെ നിയന്ത്രിക്കണമെന്ന് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞ വാർത്തയെ ഈ രാഹുലിൻ്റെ വാർത്തയോട് തുല്യ പ്രാധാന്യത്തോടു കൂടി മാതൃഭൂമി നൽകിയിരിക്കുന്നു. മറ്റൊരു ഒന്നാം വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത് വിധി തിരുത്തൽ പെരുകുന്നു എന്ന സുപ്രീം കോടതിയുടെ മറ്റൊരു വാർത്തയാണ്. വേദനാജനകമാണിതെന്ന് കോടതി പറയുന്നു. സുപ്രീം കോടതി വിധികൾ സുപ്രീം കോടതിയുടെ തന്നെ മറ്റൊരു ബെഞ്ച് മറികടക്കുന്ന പ്രവണത അടുത്ത കാലത്തായി കൂടി വരികയാണത് വേദനാജനകമാണ്. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും അഗസ്റ്റിൻ ജോർജ് മഹീസും അടങ്ങിയ ബെഞ്ചാണ് നിയമലോകത്ത് ചർച്ചയാകാവുന്ന, വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകാവുന്ന ഈ സുപ്രധാന നിരീക്ഷണം നടത്തിയത്. അടുത്ത കാലത്തായി നമുക്കറിയാം, ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയക്രമം പാലിക്കണം എന്ന് നിശ്ചയിച്ച് നൽകിയ വിധി അടുത്ത അതിൻ്റെ ഉന്നത ബെഞ്ച് തിരുത്തുകയുണ്ടായി. തെരുവുനായ ശല്യം സംബന്ധിച്ച വിധി തിരുത്തുകയുണ്ടായി. പടക്ക നിരോധനം സംബന്ധിച്ച വിധി തിരുത്തുകയുണ്ടായി. പാരിസ്ഥിതികാനുമതി മുൻകൂറായി തന്നെ വേണമെന്നും തുടങ്ങിക്കഴിഞ്ഞ ശേഷം പിന്നീട് മുൻകാല പ്രാബല്യത്തോടെ നൽകാനാവില്ല എന്നുമുള്ള വിധി തിരുത്തുകയുണ്ടായി. ഇത് സംബന്ധിച്ച് ഈ വിധി തിരുത്തൽ പെരുകുന്നത് വേദനാജനകമാണെന്ന് ഉള്ള ഒരു പ്രധാന വാർത്ത മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. 7-ാം പേജിലേക്ക് വന്നാൽ രാഹുൽ വാർത്തകളിലേക്ക് ഒരു പേജിൽ മാത്രമല്ല, ഇരുട്ടടിയേറ്റ് കോൺഗ്രസ്, രാഹുലിനെതിരെ പരാതി എന്നുള്ള മറ്റൊരു വാർത്ത. യുവതി പരാതി നൽകിയതോടെ തെരഞ്ഞെടുപ്പിൻ്റെ കവാടത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന് ഇരുട്ടടിയേറ്റ സ്ഥിതിയായി. രാഹുലിനെ നേരത്തെ തന്നെ നടപടിയെടുത്ത് മാറ്റി നിർത്തേണ്ടതാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. വിശദീകരണത്തിൽ മാറ്റി നിർത്തിയതാണ് എന്ന വിശദീകരണത്തിൽ രക്ഷാകവചം ഒരുക്കാനാണ് നേതാക്കളുടെ ശ്രമം. എന്നാൽ സർക്കാരിനും ഇടതുപക്ഷത്തിനുമെതിരെ UDF ഉയർത്തുന്ന എല്ലാ പ്രചാരണങ്ങളെയും പ്രതിരോധിക്കാൻ ഈ കേസിനെ ആയുധമാക്കാനായിരിക്കും LDF ശ്രമിക്കുക, സ്വാഭാവികം. വാട്സപ്പ് ചാറ്റ് പുറത്ത്, പിന്നാലെ പരാതിക്കാരി രംഗത്ത്, മുൻകൂർ ജാമ്യത്തിനായി നിയമസഹായം തേടി രാഹുൽ എന്നിങ്ങനെ ആ വാർത്തയുടെ വിവിധ വിശദാംശങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓർക്കണം, ഈ വാർത്ത ഏതാണ്ട് കെട്ടടങ്ങി തുടങ്ങിയ സമയത്ത് ന്യൂസ് മലയാളം കൊടുത്ത ഈ ഒരു ശബ്ദരേഖയോടെയാണ് ഈ കേസിന് വീണ്ടും ജീവൻ വെച്ചത്, ഈ വിഷയം വീണ്ടും സജീവമായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുലിൻ്റെ അറസ്റ്റിലേക്ക്, വക്കീലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മലയാള മനോരമ എടുത്താൽ പിടിവീണ് പെൻഷൻ എന്നൊരു വാർത്ത 1-ാം പേജിൽ അവർ ഇന്ന് നൽകിയിരിക്കുന്നു. സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതികൾ, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പദ്ധതിയുണ്ടല്ലോ, അതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിരീക്ഷണ സെൽ വിലക്കി. അതായത് തൽക്കാലം അത് വിലക്കിയിരിക്കുകയാണ്. പഞ്ചായത്തുകളും നഗരസഭകളും വഴി അപേക്ഷ സ്വീകരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമായതുകൊണ്ടാണ് നടപടി. പിടിവീണ് പെൻഷൻ എന്നാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ രാഹുലിൻ്റെ വാർത്തയുണ്ട്. രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് യുവതിയുടെ പരാതി, അടിയന്തര നീക്കവുമായി ക്രൈംബ്രാഞ്ച്. ആരോപണങ്ങൾ ഇതൊക്കെയാണ്: ലൈംഗിക പീഡനം, ഗർഭഛിദ്രത്തിന് പ്രേരണ, വധഭീഷണി. നമുക്കറിയാവുന്ന കാര്യമാണ്. ഹോർത്തൂസ് എന്ന പേരിൽ ഈ
മലയാള മനോരമയുടെ ഒരു സാംസ്കാരികോത്സവം ഇപ്പോൾ നടക്കുകയാണ്. ഇന്നലെ അവിടെ വലിയൊരു വാർത്തയും ഉണ്ടായി. അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ സിനിമാ സ്റ്റൈൽ സർപ്രൈസുമായി മമ്മൂട്ടിക്ക് ആരാണ് മമ്മൂട്ടി എന്ന പേരിട്ടത് എന്ന് മമ്മൂട്ടി തന്നെ അവിടെ പറയുകയായിരുന്നു. രാജേന്ദ്ര മൈതാനത്ത് മനോരമ ഹോർത്തൂസ് ഉദ്ഘാടന വേദിയിൽ തൻ്റെ പേരിൻ്റെ സർപ്രൈസ് പുറത്തെടുത്ത പ്രിയതാരം മമ്മൂട്ടി. മഹാരാജാസിലെ പഠനകാലത്ത് തന്നെ ആദ്യമായി മമ്മൂട്ടി എന്ന് വിളിച്ച സഹപാഠി വൈപ്പിൻ എടവനക്കാട് സ്വദേശി സി ശശിധരനെ അപ്രതീക്ഷിതമായി അദ്ദേഹം വേദിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് നമ്മൾ കണ്ടു. സി ശശിധരൻ വരും ദിവസങ്ങളിൽ വാർത്താ താരമാകും. അദ്ദേഹത്തെ തിരഞ്ഞ ആളുകൾ പോകും, വ്ളോഗർമാർ പോകും. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഒരു പക്ഷേ കേൾക്കാനാകും എന്ന് കരുതാം. ദേശാഭിമാനി എടുത്താൽ ഇന്ന് 2 തലക്കെട്ടുകളാണ് നൽകിയിരിക്കുന്നത്. ഒന്ന്, സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ ഒളിവിൽ നിർബന്ധിത ഗർഭഛിദ്രം, ലൈംഗിക പീഡനം, ഭീഷണി, ഡിജിറ്റൽ തെളിവുകൾ നൽകി, MLA ഓഫീസ് അടച്ചുപൂട്ടി, കോൺഗ്രസ് MLAക്കെതിരെ മുഖ്യമന്ത്രി യുവതിക്ക് പരാതി നൽകിയതിന് പിന്നാലെ അതൊന്നാം തലക്കെട്ടായി വെച്ചിരിക്കുന്നു. DYFI നടത്തിയ പ്രതിഷേധത്തിൻ്റെ വാർത്തയുണ്ട്. തൊട്ടപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് മുഖ്യ പരിഗണന എന്ന 2ാം തലക്കെട്ടും 1ാമത്തെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. 300 പഞ്ചായത്തിലാണ് UDF ജമാഅത്തെയുമായി നേരിട്ട് സീറ്റ് വിഭജനം നടത്തുന്നത്. സ്വതന്ത്ര വേഷത്തിലടക്കം മത്സരരംഗത്ത് 500-ലേറെ പേരുണ്ട്. ജോസഫ് വിഭാഗം ചോദിച്ച സീറ്റുകളൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഈ സീറ്റുകൾ നൽകിയത്. 50-ലേറെ സീറ്റിൽ ജോസഫ് വിഭാഗം കോൺഗ്രസിനെതിരെ റിബലായി മത്സരിക്കുന്നു എന്ന വാർത്തയും തുല്യ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. ഇനി എനിക്ക് തോന്നുന്നു മറ്റു പത്രങ്ങളിലെ ഈ രാഹുൽ വാർത്തകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ളത് വളരെ പെട്ടെന്ന് തലക്കെട്ടുകൾ മാത്രം എടുത്തു പോകാമെന്ന്. കേരള കൗമുദി, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി യുവതി, രാഹുൽ പെട്ടു എന്നാണ് കേരള കൗമുദി കൊടുത്തിരിക്കുന്നത്. മംഗളത്തിലേക്ക് വന്നാൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ എന്ന് നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് യുവതിയുടെ പരാതി ഒട്ടും സമയം കളയരുതെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അറസ്റ്റിന് ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുകയാണ്. മുൻകൂർ ജാമ്യത്തിന് MLAയും ഓടി നടക്കുകയാണ് എന്ന വാർത്ത. ജന്മഭൂമിയിൽ നോക്കുകയാണെങ്കിൽ പീഡന പരാതിയിൽ രാഹുൽ കുടുങ്ങി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അന്വേഷണം ആരംഭിച്ചു. മൊഴിയെടുത്തു. രാഹുൽ ഒളിവിൽ, അറസ്റ്റിന് നീക്കം. മാധ്യമത്തിലേക്ക് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുരുക്ക് മുറുകുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ജനയുഗത്തിൽ ഗർഭഛിദ്ര പരാതി, ദീപികയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി, സുപ്രഭാതത്തിൽ അടക്കം മുൻ പേജിൽ തന്നെയുണ്ട് യുവതിയെ പീഡിപ്പിച്ചു. മെട്രോ വാർത്തയിൽ രാഹുൽ മുങ്ങി. വീക്ഷണത്തിൽ പോലും ഈ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതിയുടെ പരാതിയുടെ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ചന്ദ്രിക പത്രം കമ്പോട് വായിച്ചു. ആദ്യം മുതൽ അവസാനം വരെ നോക്കി. ഈ പത്രത്തിൽ ഇങ്ങനെയൊരു വാർത്തയെ കണ്ടിട്ടില്ല എന്നൊരു കൗതുകം കൂടി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്നതും ഈ കേസുണ്ടാക്കിയതും ഇന്നലെ യുവതി ഒന്ന് മൊഴി കൊടുത്തതും കേസെടുത്തതും ഒന്നും അവർ അറിഞ്ഞിട്ടില്ല. ഹർഷൻ.